എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് കളക്ഷൻ ആയിട്ടുള്ള കുറച്ച് സാരീസ് റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്ന വർക്ക്സ് ആണ് നമ്മൾ കൂടുതൽ. റെഡ് ഗ്രീൻ സാരീസും അതുപോലെ തന്നെ വേറെ പല ഷെയ്ഡ്സിലുള്ള സാരീസിൽ റെഡ് കളർ ത്രെഡ് കൊണ്ടും വർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റെഡ് ഓർ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന സാരീസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. എല്ലാം തന്നെ കോട്ടൺ ചെക്കോട്ട സാരീസ് ആണ്. എല്ലാം വിത്ത് ബ്ലൗസ് പീസുമാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഓരോ സാരീസും നമുക്ക് കണ്ടു നോക്കാം. ഇതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി സാരീസ് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അതല്ല ക്രിസ്മസിന് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ടവൽസ്, ടർക്കീസ്, ബെഡ്ഷീറ്റ്സ് അങ്ങനെയുള്ള എന്തും നമ്മൾ ചെയ്യുന്നതായിരിക്കും. കുറച്ചും കൂടെ നേരത്തെ പറയുകയാണെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ 4 സാരിയാണ് കാണുന്നത്. 4 സാരിയും ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ഇതൊരു ഒലീവ് ഗ്രീൻ ചെക്കോട്ട സാരിയാണ്. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സാരിയും തന്നെ വിത്ത് ബ്ലൗസ് പീസാണ്. അപ്പോൾ ക്രിസ്മസ് ബേസ്ഡ് ആയതുകൊണ്ട് ഒരു ഗ്രീൻ കളർ ഷെയ്ഡാണ് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കാണുന്നത്. ഗ്രീനിനകത്ത് ഒരു മെറൂൺ ഷെയ്ഡ് ത്രെഡും അതുപോലെ തന്നെ ഡാർക്ക് ഒലീവ് ഗ്രീൻ കളർ ലീവ്സും ഫ്രഞ്ച് നോട്ട്സും മസ്റ്റാർഡ് യെല്ലോ കളറുമായിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലീവ്സ് എല്ലാം സ്ട്രീറ്റ് സ്റ്റിച്ചും ഫ്ലവേഴ്സ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും പിന്നെ ഹാർട്ട് ഷേപ്പ് എല്ലാം നമ്മൾ സാറ്റിൻ സ്റ്റിച്ചുമാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. മുന്താണിയുടെ ഒരു വശത്ത്, മറുവശത്ത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു കുഞ്ഞു ഡിസൈനാണ് മറുവശത്ത്. ഇങ്ങനെയാണ് മുന്താണിയുടെ മറുവശത്ത് വരുന്നത്. ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് നമ്മുടെ മുന്താണിയുടെ വശത്ത് ഇതുപോലത്തെ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ ഉണ്ട്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. അടുത്തത് ഒരു ഒനിയൻ പിങ്ക് ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് മുന്താണിയുടെ ഒരു വശത്ത് കൊടുത്തേക്കുന്നത്. വൈറ്റ് കോമ്പിനേഷനാണ്. ഇത് ഞാൻ പറഞ്ഞു ക്രിസ്മസ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ റെഡും വൈറ്റും യെല്ലോയും കോമ്പിനേഷനിലുള്ള വർക്ക്സാണ് നമ്മൾ കൂടുതലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒനിയൻ പിങ്ക് സാരിയുടെ അകത്ത് നമ്മൾ വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ബോട്ടിൽ ഗ്രീനും അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ഫ്ലവറും ലീവ്സും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുന്താണിയുടെ ഒരു വശത്ത് ഒരു ഡിസൈൻ ഉണ്ട്. അത് കഴിഞ്ഞ് റണ്ണിങ് പോർഷനിൽ ഇതുവരെ ഒരു ഡിസൈൻ, ഇടയ്ക്കൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ അടുപ്പിച്ച് ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അതൊരു കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് എടുത്ത് നിൽക്കും. ഇതുവരെ ഫ്രണ്ടിൽ 6 എണ്ണമാണ് അടുപ്പിച്ച് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതുവരെ 6 ഡിസൈൻ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാരിയാണ്. അധികം റേഞ്ചുള്ള സാരിയല്ല ഇത്. പിന്നെ വിത്ത് ബ്ലൗസ് പീസാണ്. ഇതിനകത്ത് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസാണ്. വൈറ്റ് ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒനിയൻ പിങ്ക് കളർ ത്രെഡും കൊണ്ട് ഇതുവരെ സ്ലീവിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഡിസൈൻ വന്നത്. ഇത് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇതും വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1449 ആണ്. ഇതിൻ്റെ റേറ്റ് 1449 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു ആഷ് കളർ സാരിയാണ്. ചെക്കോട്ട സാരിയുടെ അകത്ത് ഇതുപോലെ തന്നെ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ റെഡ് ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ടാണ്, റെഡ് ത്രെഡ് യൂസ് ചെയ്ത് ഫ്ലൈ സ്റ്റിച്ചാണ് ഫ്ലവേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ലീവ്സ് സ്ട്രെയിറ്റ് സ്റ്റിച്ചുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അല്ല ഫിഷ് ബോണുമാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്ത്, അത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുപോലൊരു ഡിസൈൻ അത്യാവശ്യം നല്ല എംബ്രോയ്ഡറി ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഡിസൈൻ, ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ ഡിസൈൻ വരുവാണ്. ഇതുപോലെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിലുള്ളത്. അതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിലും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലൗസ് പീസിലാണ്. സ്റ്റാൻഡിങ് പൊസിഷനിലുള്ള ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. കാലിൻ്റെ അവിടെയുള്ളത് ഇതുപോലെ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലാണ് നമ്മുടെ കാലിൻ്റെ അവിടെ വരുന്ന ഡിസൈൻ വരുന്നത്. നല്ല റെഡ് ആൻഡ് ഗ്രീൻ ഡബിൾ ഷെയ്ഡ് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. സൂം ചെയ്ത് കാണുമ്പോൾ ഇതിൻ്റെ വർക്കെല്ലാം നല്ല ഇതോടെയാണ് വന്നിരിക്കുന്നത്. ഫ്ലൈ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പെറ്റൽസ് തയ്ക്കാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഡിസൈനാണ് കാലിൻ്റെ അവിടെ വന്നിരിക്കുന്നത്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഒരു കുഞ്ഞ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈനാണ് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ പടിയിലായിട്ട് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1899 ആണ്. 1899 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു റെഡ് ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത്
ക്രീം കളർ ത്രെഡും കൊണ്ട് പ്യുവർ വൈറ്റ് അല്ല നമ്മൾ എടുത്തേക്കുന്നത്, ഓഫ് വൈറ്റ് പോലത്തെ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് ക്രീം എന്ന് പറഞ്ഞാൽ ആ കളർ യൂസ് ചെയ്തിട്ട് ഫ്രഞ്ച് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ട് റെഡ് കളറും ബോട്ടിൽ ഗ്രീൻ ലീവ്സ് ആൻഡ് സ്റ്റെംസുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിസൈനാണ് നമ്മുടെ മുന്താണിയുടെ ഒരു വശത്ത് വരുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ഇത് പോലെയാണ് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് നമ്മുടെ മുന്താണിയുടെ ഒരു വശത്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലും സെയിം ഡിസൈൻ തന്നെയുണ്ട്. പിന്നെ ഷോൾഡർ പ്ലേറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുവരെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലേറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇതുപോലെയാണ് നമ്മൾ ചെയ്തിട്ടേക്കുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസ് സെയിം കളർ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൽ ഇതുപോലെ ഒരു കുഞ്ഞ് പാറ്റേൺ പടിയിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ സ്ലീവിൽ ഡിസൈൻ ഉണ്ട്, അതുപോലെ തന്നെ സാരിയുടെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഷോൾഡർ പ്ലീറ്റിലും മുന്താണിയിലുമാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈനിങ് വരുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ പാറ്റേൺ വരുന്നത്. മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 6 ഡിസൈനാണ് സാരിയിലുള്ള. ഇതുപോലത്തെ 6 ഡിസൈനാണ് നമുക്ക് സാരിയിൽ കാണാൻ പറ്റുന്നത്. സ്ലീവിൽ ഒരു കുഞ്ഞ് ഫ്ലവർ പാറ്റേണുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1400 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് 4 സാരിയാണ് കണ്ടത്. ഈ 4 സാരി ഞാൻ പറഞ്ഞു വിത്ത് ബ്ലൗസ് പീസാണ്. ഇനി വിത്തൗട്ട് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായാലും പറഞ്ഞാൽ മതി. ചിലവർക്ക് സാരി മാത്രം മതി, ബ്ലൗസ് പീസ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടാനാണ് താല്പര്യമുള്ളത്. വിത്ത് ബ്ലൗസ് പീസ് വേണ്ട, സാരി മാത്രം കസ്റ്റമൈസേഷൻ വേണം എന്നുണ്ടെങ്കിൽ അതായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻടിൽ ദെൻ ബൈ.